ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലെങ്ത്തുള്ള വീഡിയോ ഞാൻ ഇടലേ ഇല്ല. കുറവ് 2-3 വീഡിയോ ഉണ്ടോ, അത് 2-3 ഒന്ന് ലെങ്ത്തുള്ളതൊന്നും അല്ല കിട്ടുന്നത്, 2 വീഡിയോ എന്തോ. അപ്പം ഞാൻ വിചാരിച്ച് ലെങ്ത്തുള്ള ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ഇടാൻ. അതിനോട് ഏകദേശം ആൾക്കാർ ഡേ മൈ ലൈഫ് ഇടാൻ. ബട്ട് ഡേ മൈ ലൈഫ് എടുക്കണമെങ്കിൽ രാവിലെ എണീക്കണമല്ലോ. രാവിലെ എണീക്കുന്നു, അന്നെങ്കിലും പിന്നെ പോയിട്ട് കിടക്കും, കുറച്ച് പോയിട്ട് ഉറങ്ങാൻ ഭയങ്കര കുറച്ച് നേരം ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഡേ മൈ ലൈഫ് എടുക്കുമ്പോൾ അങ്ങനെ ഒന്നും ഉറങ്ങാൻ കഴിയല. അപ്പോൾ ഇങ്ങനെ എല്ലാം വലിയ ലെങ്ത്തൊന്നും ആക്കിയിട്ട് വീഡിയോ എല്ലാം മാക്സിമം കുറച്ച് ആഡ് ചെയ്തിട്ട് തന്നെ ഇതാക്കി. പക്ഷെ അല്ല, എടുത്തത് ഫുൾ ആഡ് ആക്കിന്, അതെങ്കിൽ കുറച്ച് വിട്ടിട്ടാണ് ഈ വീഡിയോ എല്ലാം എടുത്തിനെ. അങ്ങനെ നമ്മളിപ്പോൾ ഇട്ടെല്ലാം അരിച്ചിട്ട് വെച്ചിനെ അവിടെ. അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെ ഇത്താൻ്റെ ഫോണിലെടുത്തിട്ട് അതെൻ്റെ ഉമ്മാനിലേക്ക് ഇട്ടിട്ട് അതിൽ എഡിറ്റ് ആക്കിയിട്ട് അങ്ങനെ അപ്പോൾ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലെങ്ത്തുള്ള വീഡിയോ ഡേ മൈ ലൈഫ് ഒന്നും എടുത്തിട്ട് ഇടാത്ത. അങ്ങനെ കഥ ചെല്ലിച്ചിട്ട് എൻ്റെ വ്ളോഗുടെ കാലത്തായി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ സെപ്പ്യാനിനെല്ലാം കണ്ട് ഓടവിടെ തീ കത്തിക്കണേനെ അങ്ങനെ ബിസിയല്ല പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാമ വന്ന് കുറച്ച് ഇങ്ങനെ അവിടെ നിന്നിട്ടുണ്ടേ ബിസിയല്ല പറഞ്ഞിട്ട് പോയി. അത് നേരെ കുച്ചിപ്പാറ പോയി. കുച്ചിപ്പാറത്തെ കുറേ വ്യൂ എല്ലാം എടുത്ത് എന്തോ ഒരു ഇഷ്ടം കഴിച്ചത്തെ വ്യൂ. അതുകൊണ്ടാണ് എല്ലാവരും എടുത്തിട്ട് വ്യൂ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത്ത വന്നിട്ട് ചെജുക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിനി. ചൂട് ചട്ടിക്ക് പോയിട്ട് കയ്യും വെച്ച് അന്ന് നേരെ ചെജുവിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കി. ലഞ്ച് ബോക്സ് സെറ്റാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അത് പറ്റി നിങ്ങൾ നോക്കിക്കോവേ. പിന്നെ കത്തി ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കത്തി വന്നേ. ഇത് നിങ്ങൾക്കറിയാലോ, ഇൻസ്റ്റാലും അല്ല അതിന് ട്രെൻഡിങ്ങുണ്ട് കത്തിന്ന്. അങ്ങനെ കത്തി പോയിട്ട് ഓർഡർ ആക്കി നോക്കുമ്പോഴത്തേക്കാ കാണുന്ന പോലെ ഒന്നും മൂർച്ചൊന്നുമില്ല. നമ്മളെ പണ്ടത്തെ കത്തി തന്നെ ഭയങ്കര മൂർച്ച. അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഞാൻ വ്യൂ എടുത്ത് എന്തില്ല കൈസ്, ഒരു ദിവസം ഞാൻ എന്ത് കാണിക്കണ്ടില്ല, വലിയ കാര്യമായിട്ട് എന്തില്ല. അതുകൊണ്ടാണ് ഈ വ്യൂ എടുക്കെടുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ചെയ്യുന്ന പോലെ ഫേസ് പാക്ക്, ഞങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ആക്കുന്ന കുറച്ച് സൂക്കറുണ്ട് ഗൈസ്. അതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ആയിക്കോന്നിടോ. അതിനെനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയതാണ് ഈ ഫേസ് പാക്ക്. ഇത് ഞാൻ 2 ദിവസത്തിനൊരിക്കൽ ഇങ്ങനെ മുഖത്തേക്ക് അപ്ലൈ ആയിക്കൊണ്ടിടും. ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്ലൈ ആക്കാത്ത. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇത് അപ്ലൈ ആക്കുന്നത്. അതിൻ്റെ കോജിയാണ് ഈ കാണുന്നത്. വീഡിയോ കുറച്ചിട്ടിനെ മതി നമ്മൾ സ്ക്രബ് ആക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഫാസ്റ്റ് ആക്കിയിട്ട് കാണുമ്പോൾ നല്ല പാങ്ങുണ്ടാകും. അതിലെ ഫേസ് പാക്ക് മൂട്ടയ്ക്കിടാൻ അവസാനം. അങ്ങനെ ഞാനത് നിൽക്കട്ടെ വിചാരിച്ചിട്ടിട്ട. പിന്നെ നിങ്ങളോട് കുറച്ച് വിഷയം പറയാലോ. ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവേ, കമൻറ്റ് ബോക്സിൽ സെല്ലിനായിടാം. ഭയങ്കര മോശം, നല്ല റിസൾട്ട് കിട്ടുന്നു. ഫേസ് ഗ്ലോ ആണ്, ബ്രൈറ്റ് ആണ്. പിന്നെ നമ്മളെ കണ്ണടിയിലത്തെ ഡാർക്ക് സർക്കിൾസ് എല്ലാം പോവും. പക്ക റിസൾട്ട് ഉറപ്പാണ്. റിസൾട്ട് കിട്ടാതിരിക്കാൻ എല്ലാവർക്കും റിസൾട്ട് കിട്ടും. കാരണം നമുക്ക് റിസൾട്ട് കിട്ടുകയാണെന്നാ പറയുന്നത്. നല്ല റിസൾട്ട് ഉണ്ട് ഇതിൽ. ഇത് ഞങ്ങൾക്ക് ഈ 2-3 ദിവസത്തിന് എടുക്കെടുക്ക് ആക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കിയില്ല. പക്ഷെ നെൻസലുണ്ട് ഭയങ്കര ബന 10-15 തലക്ക് തട്ടിട്ടോണ്ടാണ്. തലേന്ന് തട്ട് നിൽക്കുന്നില്ല, ഊരിയിട്ട് പോകുന്നു. തലക്ക് തട്ടിടാത്ത വീഡിയോ എടുത്തിട്ടിട്ടെങ്ങനെ എൻ്റെ കുറമയത്ത് എടുക്കിയോറ്. അതുകൊണ്ട് തലക്ക പാപ്പ പോയി തട്ടിടുന്നു. പിന്നെ നമ്മളെ നെക്സ്റ്റ് ഒന്നും ഉണ്ടാവുക. ഇതൊന്നും മാത്രമല്ല, എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയും. ഞാൻ അതിൻ്റെ ഇത് ഫുള്ളിട്ട വീഡിയോ. നിങ്ങൾ അങ്ങനെ ക്രീമൊന്നും യൂസ് ആക്കണ്ട കൈസ്. ഇതുപോലത്തെ സാധനം യൂസ് ആക്കുക. നല്ലതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്ത് തേക്കലില്ല, ക്രീമൊന്നും യൂസ് ആക്കലില്ല. ഞാൻ ഇങ്ങനത്തെ ഫേസ് പാക്കെല്ലാം നല്ല പണി യൂസ് ആക്കും. ഒരിക്കൽ നല്ല പണി കിട്ടും, പിമ്പിൾസ് എല്ലാം വരും. അപ്പം നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയില്ലേ, ഫേസ് ഗ്ലോ അടിക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിലോ രാവിലെ ഇതെല്ലാം ചെയ്തു അങ്ങനത്തെ ഭയം പോകാനാകുമ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും ഗൈസ്. പിന്നെ ഞാനും എൻ്റെ കുട്ടി ടീംസും ഇതെല്ലാം തിന്ന് ചേച്ചി സ്കൂളിലേക്ക് പോയിനി. ഞാൻ തെശാനും ഐസു നമ്മൾ 3 ആളുണ്ടായിന്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാകുമ്പോഴത്തേക്ക് ഓർമ്മത്തേനല്ലേ ഇതിനെ കാണിച്ചുകൊണ്ടേന്. ഞാൻ എന്ത് തിന്നാനും പിക്കല്ല, ഒക്കെ എന്നെ 2 പേര് അതിൻ്റെ ഒക്കെ എന്നെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഓർക്കും കൊടുത്ത് ഞാനും തിന്ന്. ഞാൻ എങ്ങടെ കുറച്ച് കളിച്ച് അങ്ങനെ. പിന്നെ ഓറ് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ബാണോന്നില്ലിട്ട് ഞാൻ ഉറക്കിന് അവിടെ നിന്നിട്ടുണ്ടേന്. ഞാൻ ഓറ് കളിക്കിന് ഞാൻ വെറുതെ തന്നെ കുക്കുന്നു. വെറുതെ ഒറ്റ ഞാൻ ജയിച്ച് ഞാൻ നമുക്ക് തന്നെ നേരെ അറിയാലോ, ഓർക്കും അറിയാലോ. അപ്പം ഇങ്ങനെ കുയിക്കോണുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഞാൻ അതിലും പോയി വ്യൂ എടുക്കാൻ. വേറെ എന്തില്ലാലേ കാണിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ വ്യൂ എടുത്തോണ്ടിരിക്കും. പിന്നെ അതിലെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഓറ് എന്തെല്ലോ കാണിക്കുന്നു. അതിലേക്ക് ഞാൻ അതിനനുസരിച്ച് കുക്കിക്കൊണ്ടുണ്ടോ ചേച്ചി നായിക്കൊണ്ട്.
അപ്പോൾ ഓറും ഹാപ്പിയാവും, ഓറ ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. അങ്ങനെ ചോറ് കഴിക്കാൻ സമയം. അപ്പം എൻ്റെ ഇത്താക്ക് വലിയ ഇഷ്ടം, ചെറിയ ഇത്താക്ക് ഈ ഫുഡ് തിന്നുന്ന വീഡിയോ എടുക്കുന്നതെല്ലാം വലിയ ഇത്താക്കും ഇഷ്ടം, ചെറിയ ഇത്താക്കും ഇഷ്ടം. അങ്ങനെ ഓട് ഫുഡ് തിന്നുന്ന വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ പറ്റി ഞാൻ എടുത്തോണ്ട്, പിന്നെ ആക്കും കുറവല്ല ഞാനും ഫുഡ് തിന്ന് വീഡിയോ എടുത്തോണ്ടുണ്ടാവും. അങ്ങനെ പച്ചമുളക് നോക്കേണ്ടത് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഞാനും തിന്ന് ഓള് മൂവി നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടി വിയിൽ മൂവി വെച്ച് നോക്കി. ഓളായിട്ട് ഇങ്ങനെ ഇറിട്ട് ബ്രൈറ്റ്നെസ്സും കുറച്ച് നോക്കി, നമുക്ക് കാണില്ല. അങ്ങനെ നേരെ ഇത്തരം 2 മക്കളെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിന്. എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞിനൊക്കാനും പോകാനുണ്ടായിന്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിന്, എന്തെങ്കിലും ഒരു ദിവസത്തെ ടീം ലൈഫല്ലേ. അപ്പം ഞാൻ ഇതിലൊന്ന് ഇതാടാക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് നല്ല ഡോക്ടർക്ക് വയസ്സായല്ലോ. അങ്ങനെ ഡോക്ടർക്ക് മാറണമല്ലോ. അങ്ങനെ ഡോക്ടറൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്നെങ്കിൽ ഡോക്ടറിൻ്റെ പരിക്ക് ഭാഗമല്ല ലൊക്കേഷനിൽ പറഞ്ഞു തന്നെ. അങ്ങനെ ഞങ്ങൾ അടുത്ത് കാണിച്ചിട്ട് പുറത്ത് കുഞ്ഞിനെ നോക്കണേ ഇവിടെ തന്നെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ 3 ആളും പോയി. മരണം എൻ്റെ കയ്യിൽ തന്നിന്. 2 പിള്ളേരെ മുടിച്ചിട്ട് പോയി. അങ്ങനെ ഇനി നേരെ പോകുന്നത് അടുക്കില്ല കസിൻ്റെ പരിക്ക്. ഇതിനൊരിക്കൽ ചെല്ലിന്ന് തോന്നുന്നു. വേറെ എന്തില്ല ഗൈസ് വിഷയം പറയാനും. ഈ ഗൈസ് ഞാൻ മാറ്റണമെന്ന് കുറേ വിചാരിക്കുന്നു. അതെൻ്റെ ബാഗ് ഇങ്ങനെ വന്നോണ്ടുണ്ടാവും. അപ്പം എൻ്റെ കുഞ്ഞുമാൻ്റെ മോളെ പറ്റിനെ. അങ്ങനെ ഇതാവാ കുഞ്ഞുമാൻ്റെ മോളെ പരം ഇപ്പോൾ ഇടണ്ടോളും കുഞ്ഞല്ലോ. അങ്ങനെ എടുക്ക് വന്ന കുഞ്ഞിനെ നോക്കാൻ പറ്റിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം നമുക്കങ്ങനെ ഫുള്ള് തിരക്ക് അങ്ങനെ ആയിട്ട് വരാൻ കഴിഞ്ഞിട്ടാ. അങ്ങനെ കുഞ്ഞിനെല്ലാം നോക്കി മാഷാഅല്ലാഹ് നല്ല കുഞ്ഞ്. ആ പൈസ ഇങ്ങനെ കൈയായിട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ പോണിന്. അങ്ങനെ ലഡ്ഡു മുട്ട അതിലെടുത്ത് കുപ്പിയെല്ലാം എടുത്തിട്ടായിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞ്. അങ്ങനെ അപ്പോഴത്തേക്ക് കുഞ്ഞുമാൻ്റെ മോള് വന്നതിൻ്റെ അടുത്തേക്ക് റഷ്യൻ്റെ റൈമുക്ക് കൊടുക്കാനിൽ തന്നെ അയച്ച്. അങ്ങനെ റൈമുക്ക് ഞാൻ ലഡ്ഡു ഇതെല്ലാം കൊടുത്ത് ഞാൻ കൊടുത്തതിന് പാത്രം കൊണ്ടുപോയിട്ട് കാട്ടിയ റൈമും ലഡ്ഡും കുപ്പിയെല്ലാം എടുത്ത് അങ്ങനെ നേരെ ഉള്ളിൽ പോയി. പിന്നെ കുറച്ച് ബിസിയെല്ലാം പറഞ്ഞ് കഥയെല്ലാം പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയി അവർക്ക്. ഞാൻ ബൈറ്റോളൊന്നും എടുത്തിട്ടാ, ബൈറ്റൊന്നായിട്ടുണ്ടായിട്ടേ കൈസ് കാലത്തണിച്ചുകൊണ്ട്. അപ്പോൾ അത്ര തന്നെ ഞാൻ എടുത്തിന് വീഡിയോ. ഇതേക്ക് വെച്ചിട്ട് എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ആക്കട്ടാ. എല്ലാവരും കട്ട് സപ്പോർട്ട് പണ ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പേന, അതുകൊണ്ട് ഞാൻ പാതിയിൽ വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കുക. ബൈ.